ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ പേര്, ഞാൻ കുറച്ച് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്, നമ്മളെ വ്ളോഗ് വെള്ളിയാഴ്ച ഇട്ടതാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ചൊന്ന് ശരിയായതിന് ശേഷം വീഡിയോ ഇടാമെന്ന്. കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, വേദന കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് പേഴ്സണലി റിപ്ലൈ തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഒരു കൊച്ചു മെനു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ക്രീം ചീസിൻ്റെ വീഡിയോൻ്റെ താഴെയിട്ട കമൻസിൽ നിന്നും ഞാൻ 5 പേരെ ഇന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് മുൻപ് 10 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഞാൻ 6 പേരോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഈ 4 പേരോട് മിണ്ടാനുണ്ട്. അതിൽ 2 പേര് എനിക്ക് ഇതുവരെ മെസ്സേജ് വായിച്ചിട്ടില്ല. ബാക്കി 2 പേരുടെ അടുത്ത് ഹാങ് ഔട്ടിൽ മിണ്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇച്ചിരി വയ്യാത്ത കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മിണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 5 പേരും എനിക്ക് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കല്ലൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. എന്നാൽ പോലും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കൊന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. കിതപ്പൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വയറുവേദനയും ഗ്യാസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് കല്ലും പെട്ടെന്ന് തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ പ്രേയേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം. പിന്നെ അതിൽ കൂടെ വരുന്ന നെഗറ്റീവ് കമൻസ് ഞാൻ പരിഗണിക്കുന്നില്ല. കാരണം അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ചിരിയാണ് വന്നത് മക്കളെ. അഭിനയിക്കേണ്ട ആവശ്യം ദൈവം സഹായിച്ചിട്ട് വീണു ചേച്ചിക്ക് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. എനിവേ, അപ്പോൾ നമുക്ക് 5 പേരുടെ പേര് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. നന്ദു വരുന്നുണ്ട് നമ്മുടെ കൂടെ വായിക്കാൻ. നന്ദുവിന് വായിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 പേരിൽ ആദ്യത്തെ ആള് ആഷിഖ് കെ എ, സുജ പീറ്റർ, അമൃത സി, രാഖി എന്ന് തോന്നുന്നു, മെഹറിൻ റസാഖ്. ഇപ്പൊ ഈ 5 പേരെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. റാൻഡം ആയിട്ടുള്ള സെലക്ഷനാണ്. എന്താ പറയാ, എല്ലാവരും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇത്രയും പേരുടെ കമന്റ്സിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 5 പേര് എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മുടെ വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കാണ്ട് കല്ല് ചേട്ടൻ പോകാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി വാഴപ്പിണ്ടി ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചു. വാഴപ്പിണ്ടി കറിയൊക്കെ വെച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ഞാൻ. ജ്യൂസ് കുടിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഇന്നലെ വാങ്ങിച്ചു വെച്ചതാണ്. ഇന്നാണ് ഇപ്പോൾ രാവിലെ തന്നെ കുടിക്കാൻ പോവാണ്. എൻ്റെ ദൈവമേ, അപ്പോൾ കുടിച്ചിട്ട് നോക്കട്ടെ കേട്ടോ. സ്ഥിരം കുടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സ്വന്തം സോൾട്ട് മാംഗോ ട്രീ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരാണ് പലരും എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ആദ്യത്തെ വീണസ് കറികളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ, ഹിറ്റായ വീഡിയോസിൽ ഒന്നാണ് ഉപ്പുമാവ് വീഡിയോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഉപ്പുമാവ് ആരും കാണില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ അതിന്റെ ഫീഡ്ബാക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പലതും വിചാരിക്കും, പല ചെറിയ റെസിപ്പീസ് ആണെങ്കിലും അത് ആരും നോക്കില്ല എന്നൊക്കെ. പക്ഷെ അതും പ്രിയപ്പെട്ടതാണ് എന്ന് പിന്നെ മനസ്സിലായി എനിക്ക്. അപ്പൊ ഒരു റെസിപ്പിയും ഒരു ഡിഷും ഒട്ടും കുറവല്ല, ഒന്നിനും മെച്ചമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ സ്വന്തം ഉപ്പുമാവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ കൂടെ പഴങ്ങിയ പഴം എന്നൊക്കെ പറയാൻ പോണേ, വായിൽ കിട്ടണല്ലേ. അപ്പൊ നമുക്ക് കഴിക്കട്ടെ കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പുഴുങ്ങിയ പഴത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ. ഞാൻ പുഴുങ്ങിയ പഴം എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പഴം പുഴുങ്ങാന്ന് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങാം, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചില കുട്ടികൾ പറയാറുണ്ട് ഈ ഓവൻ ഉണ്ടെങ്കിൽ പിന്നെ അതിലെ സൗകര്യം. പക്ഷേ ഓൾറെഡി പണ്ടേ ഞാൻ പോസ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പ് തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സോൾട്ട് മാംഗോ ട്രീന് ഒരു പിടിക്കട്ടെ. അപ്പം നമ്മുടെ ലഞ്ചിനുള്ള പരിപാടികൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് മുളപ്പിച്ച പയറ് ജാൻചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ, എനിക്കല്ല. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇപ്പോൾ തൽക്കാലം പൾസസ് ഒന്നും കഴിക്കേണ്ടതെന്ന്. ഞാൻ കഴിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പിള്ളേർക്കും ചേട്ടനൊക്കെ ഉള്ള റെസിപ്പീസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മുളപ്പിച്ച പയറ് തനിയെ കുക്ക് ചെയ്യണം. അതിന് ശേഷം വാഴപ്പിണ്ടി ഞാൻ വിചാരിക്കുന്നു എനിക്ക് കുറച്ച് തനിയെ വാഴപ്പിണ്ടി ഒരുമിച്ച് അരിഞ്ഞ് വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, പയറിൻ്റെ കൂടെ. എനിക്ക് പയറില്ലാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പയറ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കുക്കറിലോട്ട് ഇടാം. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക. അതിനുശേഷം 2 വിസിൽ. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഴപ്പിണ്ടി ഈസി ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നൊക്കെ വാഴപ്പിണ്ടി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. കരിക്ക് വെള്ളം കുടിക്കാന്ന് വെച്ചു. കരിക്ക് മുറിക്കണമെങ്കിൽ ചേട്ടൻ പറഞ്ഞു, എനിക്ക് മുറിക്കാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ കരിക്കിന് വെള്ളം മാത്രം ഇതിൽ നിന്ന്
കത്തി കൊണ്ട് അതിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് മീനില്ലാത്ത മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈസി വെർഷൻ. ഞാൻ 2-3 ടൈപ്പ് മീനില്ലാത്ത മീൻകറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ നോമ്പുള്ള സമയത്തും അതേപോലെ മീൻ കിട്ടാത്ത അവസ്ഥയിലൊക്കെ ഇത് ഏറ്റവും നല്ല കറിയാണ്. സിമ്പിളാണ്. അതായത് തക്കാളിക്കറിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കാച്ചി ഒഴിക്കണം. ഇതെന്താണെന്ന് അറിയാമോ? ബാർലി വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വെള്ളങ്ങൾ മാറ്റി മാറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയമോദക വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാർലി കുടിക്കുന്നുണ്ട്, ജീരകം കുടിക്കുന്നുണ്ട്, അപ്പോൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിണ്ടിയും പയറും കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് വെള്ളം വറ്റണം. പിന്നെ ബാക്കി ഞാൻ കുറച്ച് പിണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, പയറില്ലാതെ. അപ്പുറത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പരീക്ഷണം നടത്തിയത് കേട്ടോ. സോയ കട്ട്ലേറ്റ് ഈസി വെർഷൻ. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് വീഡിയോ ഇടാം. എന്തായാലും ഇന്നത്തെ പിന്നെന്താ, നമ്മുടെ മീനില്ലാത്ത മീൻകറി കാച്ചിട്ടുണ്ട്, ഉള്ളി കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 തരം കറിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ചോറ്, ക്യാരറ്റ് ബീൻസ് തോരൻ, ഇത് പയറില്ലാത്ത വാഴപ്പിണ്ടി, അത് പയറുള്ള വാഴപ്പിണ്ടി, ഇത് മീനില്ലാത്ത മീൻകറി, രസം. ആവിക്കുട്ടൻ വന്നു, പാവ് ഭാജി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭക്ഷണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. മീനില്ലാത്ത മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാതും കഴിക്കണമല്ലോ. പൾസസ് ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഡിന്നർ നമ്മുടെ ഈസി ചന മസാല ഇല്ലേ, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതേസമയം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല. പിന്നെ ഫ്രോസൺ ചപ്പാത്തി, അല്ല ഫ്രോസൺ പൊറോട്ട. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ടയിലോട്ട് കടന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ഞാൻ പിന്നെ ഫ്രോസൺ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അത് വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചകാലത്തെ ഭക്ഷണവും ഇതും കൂടെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്